കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. നൂറുകണക്കിന് മനുഷ്യജീവനുകൾ മണ്ണിനടിയിലായപ്പോൾ രാഷ്ട്രീയം മറന്ന് കേരളം ഒന്നാകെ കൈകോർത്തു. എന്നാൽ ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും അതിജീവിക്കാൻ ശ്രമിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ വഞ്ചിക്കുകയാണ്. ദുരന്തമുണ്ടായ ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ട് പ്രതീക്ഷയർപ്പിച്ചവരാണ് വയനാട്ടുകാർ. ലോകത്തിന് മാതൃകയാകുന്ന ടൗൺഷിപ്പ്, വേഗത്തിലുള്ള പുനരധിവാസം എന്നിവയൊക്കെ വെറും ജലരേഖകളായി മാറി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ദുരന്തബാധിതർ ഇന്നും വാടക വീടുകളിലും സർക്കാർ വക ഷെൽട്ടറുകളിലും കഴിയേണ്ടി വരുന്നു. വാഗ്ദാനം ചെയ്ത ധനസഹായം പലർക്കും കൃത്യമായി ലഭിക്കുന്നില്ല. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ ഭൂമി കണ്ടെത്തുന്നതിലും വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിലും സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. വയനാടിനായി പിരിച്ച കോടികൾ എവിടെയെന്ന് സർക്കാർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അയഥാർത്ഥമായ കണക്കുകൾ കേന്ദ്രത്തിന് നൽകി കേരളത്തെ നാണം കെടുത്തുകയും ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടത് സഹതാപമല്ല, നീതിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വഞ്ചനയ്ക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ വിഷയവും 2026 ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്.